അതിൻ്റെ 17ാമത്തെ വാക്യം വായിക്കാം. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. എത്ര പേർക്ക് ഇതറിയാം? ഇരുമ്പിനെ മൂർച്ച കൂട്ടാൻ സാധിക്കും. ഒരു കാര്യം അത് വാസ്തവമാണ്, ഇരുമ്പിന് ഒറ്റയ്ക്ക് മൂർച്ച കൂടാൻ ഒക്കത്തില്ല. ഇരുമ്പിന് മൂർച്ച കൂടണമെങ്കിൽ ഒരു ഇരുമ്പ് അതുമായിട്ട് കൂട്ടിമുട്ടിയാണ്. ഇതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ അവിടെ മലയാളം ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ ഒന്നെടുത്തോട്ടെ. സദൃശവാക്യങ്ങൾ 27:17. Iron sharpeneth iron, so a man sharpeneth the countenance of his friend. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് തന്റെ കൂട്ടുകാരന്റെ മുഖത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും. ഒരു കൂട്ടുകാരന്റെ മുഖത്തെ പ്രകാശിതമാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ല ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുഖം ശോഭിക്കും. ഇന്ന് പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? 34 സങ്കീർത്തനം 5-ാം വാക്യം എന്താ പറയുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയത്. യേശുവിന്റെ മുഖത്തേക്ക് ആർക്ക് നോക്കിയിട്ടുണ്ടോ അവരെല്ലാം പ്രകാശിതമായി തീരുന്നു. നിങ്ങളെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം. എന്നെ പ്രകാശിപ്പിക്കുക, നിങ്ങളെ പ്രകാശിപ്പിക്കുക, അതാണ് നമ്മുടെ നല്ല കൂട്ടുകാരനായിരിക്കുന്ന യേശുവിന്റെ ഇഷ്ടം. പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് ഈ ലോകത്തിൽ ഒത്തുവരെ കൂട്ടുകാരെ കിട്ടി. അപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ ഒക്കുന്നില്ല. നമ്മളിവിടെയുള്ള കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് സമയം ചെലവഴിച്ച് ഒരു ദിവസം 24 മണിക്കൂറല്ലേ നമുക്കുള്ളൂ. അപ്പൊ അതിന് കിട്ടുന്ന സമയം മുഴുവനും ഏകദേശം കൂട്ടുകാർ കൊടുത്ത്, നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. എത്രത്തോളം ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നമ്മൾ കൂട്ടിമുട്ടുന്നോ അത്രത്തോളമാണ് നമ്മൾ ഷാർപ്പാകുന്നത്. ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ വന്നതുപോലെ ഇരിക്കാനല്ല. യേശുവിന്റെ കയ്യിൽ ആരെങ്കിലും കിട്ടിയാൽ യേശു അതുപോലെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ അടുക്കൽ ആരെങ്കിലും കിട്ടിയാൽ, ആരെങ്കിലും വന്ന് കയറിയാൽ അവന്റെ നിലവാരം മാറ്റും. അതുകൊണ്ടാണ് പത്രോസ് വെറും ചെറുക്കനായിരുന്ന ആ മനുഷ്യൻ യേശുവിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പറയണ്ടാ, നീ ശിമോനാണ്, പക്ഷെ നിന്റെ പേര് ശിമോൻ, വെറും ഒരു കേൾവിക്കാരൻ. ശിമോൻ എന്ന വാക്കിന്റെ അർത്ഥം കേൾക്കുക, കേൾക്കുക. എന്നാൽ വെറും ഒരു കേൾവിക്കാരനായിട്ട് മാത്രമല്ല നീ ഇരിക്കേണ്ടത്. പല വിശ്വാസികൾ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കുകയാണ്, കഥ പ്രവചിക്കുകയാണ്. നീ ഒരു കേൾപ്പാണ് എന്ന് വച്ചാൽ എന്റെ സഭയെ ഞാൻ നിന്നിൽ കൂടെ പണിയാനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. അങ്ങനെ ചിലതിനെ പരിശുദ്ധാത്മാവ് ശാക്തീകരിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ അവൻ വെറുതെ അവിടെ ഇരിക്കുവാൻ സമ്മതിക്കത്തില്ല. ദൈവം അവനെ ഷാർപ്പിയത് അവനെ മൂർച്ച കൂട്ടി അവനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇരുമ്പിന് മറ്റൊരു ഇരുമ്പിനെ ഇത് നമ്മള് ചുറ്റുപാട് നോക്കുമ്പോൾ എന്തോരം പ്രശ്നങ്ങളല്ലേ നമ്മളെ ഭാരപ്പെടുത്തുന്നേ. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ഞെട്ടുകയാണ്. കുത്തിക്കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു, വിഷം കൊടുത്ത് കൊല്ലുന്നു, പാമ്പിനെ കൊണ്ട് കടപ്പിച്ചു കൊല്ലുന്നു, പാമ്പ് കയറി കടിച്ചു കൊല്ലുന്നു, കിടന്ന
എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. എന്തിനേറെ പറയുന്നു, മയക്കുമരുന്നിന്റെയും അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളുടെയും കാരണത്താൽ ഒത്തിരി പേര് അവർ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ തന്നെ എന്തോ അമ്മയപ്പന്മാരെ അടിച്ചു കൊല്ലുന്നു, ചുറ്റി കൊണ്ടടിക്കുന്നു, അല്ലെ, വാക്കത്തി കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഒരെണ്ണത്തിൽ തൃപ്തിയല്ല, കുടുംബത്തിലെ പലരെ വെട്ടുന്നു, സഹോദരിയെ വെട്ടുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടില് ഇത് വെറും ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു കഥയല്ല, ഇപ്പോ അത് വർദ്ധിച്ചു വരികയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന നല്ലൊരു ഗവൺമെന്റിനെ ദൈവം നോക്കി പ്രാവശ്യം ഒരുങ്ങി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് കത്തൽ തുടങ്ങുകയാണ്. തമിഴ്നാട്ടിൽ ദൈവം കൊണ്ടുവന്നു സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ കർത്താവിന്റെ കൃപയാൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം നല്ലൊരു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസിയാണ്. അദ്ദേഹം അവിടെ കേരളത്തിൽ മാത്രമേ ഇന്ത്യ തന്നെ ചലിപ്പിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത് വചനം പണ്ട് ഒരു അഭിഷിക്ത പ്രവചനം പറഞ്ഞിട്ടുണ്ട്, വരിയാപുരം യുവരാജൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വടക്ക് നിന്ന് ഒരു വാള് വരും, തെക്ക് നിന്ന് ഒരു തീ പുറപ്പെടും. ആ തീ പുറപ്പെട്ടിട്ട് വടക്ക് നിന്ന് വരുന്ന വാളിൽ വീഴിക്കളയും. ഇന്ന് പകലിൽ ഞാൻ ആളുകളോട് സമയം നോക്കി പ്രവചിക്കുന്നു. ഇവിടെ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ചില മാതാക്കൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഷാർപ്പായ, നിങ്ങൾ കത്തിയാൽ, നിങ്ങൾ ശരിയായ നിലയിൽ വിട്ടുകൊടുത്താൽ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ തലമുറകൾ മാത്രമല്ല ദേശത്ത് ഭരിക്കുന്ന ചില മന്ത്രവാദ ശുക്രാഭിചാര മണ്ഡലങ്ങൾ നിങ്ങൾ നിമിത്തം തകർന്നറിയും. ദൈവം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അത് ദൈവം ചെയ്യുന്നതിൽ സംശയമില്ല. നിങ്ങൾ ആ നിലയിലേക്ക് മാറണം. യേശു എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചേക്കണം. യേശു ആരെയെല്ലാം മാറ്റിയിട്ടുണ്ട്. യേശുവിന്റെ അരികിൽ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു അവരെ മാറ്റാതിരുന്നിട്ടുണ്ടോ? അവരെ ശിഷ്യരാക്കി മാറ്റാതിരുന്നിട്ടുണ്ടോ? ശിഷ്യരാക്കി മാറ്റിയിട്ടുണ്ട്. യേശു നമ്മളോട് പറഞ്ഞത് എന്തുവാ? നിങ്ങളും ശിഷ്യരാക്കണം. നിങ്ങൾ പോയി സകല സൃഷ്ടികളുടെ നടുവിൽ തിന്നുകുടിച്ച് ആനന്ദിച്ച് ചത്തുപോകണമെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ഒരു വലിയ ശിഷ്യത്വത്തിലേക്ക് ജനത്തെ വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടമായി മാറണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് ചിലരെ തിരിച്ചു വിടുകയാണ്. ചിലത് കൊണ്ട് ആ തൃപ്തി അടയുമ്പോൾ, ചില ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് തൃപ്തി അടയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അങ്ങനെ തൃപ്തി അടയേണ്ടവരല്ല. നിന്റെ കൂടെ ദൈവത്തിന് ചിലത് വീണ്ടും റിന്യൂ ചെയ്തെടുക്കാനുണ്ട്. നിന്നിലൂടെ ചിലതിനെ പുറത്തെടുക്കാനുണ്ട്. ചില കുടുംബങ്ങളെ, ചില ദേശങ്ങളെ നീ മുഖാന്തരം പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സാധാരണ പരിപാടി എന്താണെന്നറിയാമോ? ചേരേണ്ടതിനടുത്ത് ചേരുവാൻ സമ്മതിക്കത്തില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്. 91-ാം സങ്കീർത്തനം അത് ധ്യാനിക്കുന്നവർക്ക് സൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്ന ഒരു അമ്മച്ചി അത് വായിച്ച് 4ാമത്തെ സ്റ്റേജിൽ നിന്ന് പുറത്തു വന്നു. എപ്പോഴാണെന്ന് അറിയാമോ? 91 വായിക്കുന്നേ. ചർച്ചിൽ ഡോക്ടർ പറയും, ഇവിടെ നേഴ്സ് ഇരിപ്പുണ്ടോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഡോക്ടർ എന്തോ പറയും? എപ്പോഴാ പറയും നമ്മളെ? ഇനിയല്ല, ഉപ്പുറവല. നമ്മുടെ അവിടെ പറയും ഉപ്പുറവല. മോളിൽ ഇരിക്കുന്ന ആള് തീരുമാനിക്കുന്നത്. എപ്പോഴാ പറയുന്നത്? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഹോസ്റ്റലിലൊക്കെ നീക്കാൻ പറയും. എല്ലാം നീക്കാൻ പറയുമ്പോഴത്തേക്ക് വെന്റിലേറ്ററിലെല്ലാം ഇട്ടിട്ട് കേസ് ശരിയാകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും പറയും. എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അമ്മയപ്പന്മാര്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾ ഡോക്ടറല്ല,
പക്ഷെ നിങ്ങളിൽ എത്ര പേർ പറയും ഊപ്പർവാല നമ്മുടെ മുകളിൽ ഒരുവനുണ്ട്, ഇതിനൊക്കെ വിടുതൽ. അന്ന് അവിടെ പോയി സീരിയസ് ആകുമ്പോഴല്ല പറയുന്നത്. അതും കണ്ട ദൈവങ്ങളെല്ലാം പൂജിക്കുന്ന ആ ഡോക്ടർ പറയുന്ന സമയത്തല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിലുള്ളവൻ ലോകത്തേക്കാൾ വലിയവൻ, അവന്റെ നാമത്തിൽ സകല രോഗികളും സൗഖ്യമാകണം, സകല ഭൂതങ്ങളും പുറത്താകണം, സകല ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരാൻ കൽപ്പിക്കാൻ ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ കാണുകയാണ്. ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചു പുറത്തു കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ആളില്ല. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അതിനുവേണ്ടി സഭയിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാനാ ഇന്ന പകലിൽ ആത്മാവ് ചിലരെ തിരയുക. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവാ, എഴുന്നേൽക്കുക. ആത്മാവ് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോവാ, എഴുന്നേൽക്കുക. നീ വീടുകളുടെ ചെറിയ വേദനയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുന്ന വിഷയങ്ങൾ കേട്ട് കണ്ടും നീ മടിക്കരുത്. നീ എഴുന്നേൽക്കണം, നീ ശക്തിപ്പെടണം. ചില കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ വീട്ടിൽ എപ്പോഴും പാമ്പ് വരും, കടിച്ചിട്ട് പോകും. പാമ്പ് വന്ന് കടിച്ച് ശരീരമൊക്കെ കറുത്ത് ക്യാൻസർ പിടിച്ച് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പെൺകൊച്ചു നമ്മുടെ ഭവനത്തിൽ എന്റെ വൈഫിന്റെ സഹോദരി, അവള് ഞങ്ങളെ വിളിച്ചു, വന്ന് പ്രാർത്ഥിക്കണം, അമ്മാവിക്ക് എങ്ങനെയാണ് പ്രോബ്ലം എന്ന് ഒന്നും ഓരോ പ്രാവശ്യം ഒന്ന് വായിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നും ആ ആന്റി പരിപൂർണ സൗഖ്യത്തോടെ ഇരിപ്പുണ്ട്. ദൈവം അത്ഭുതകരമായ സൗഖ്യം. മാത്രമല്ല ആ സാധനം ഉണ്ടല്ലോ വീട്ടിൽ വന്ന് കടിക്കുന്ന, ഇപ്പൊ വരവ് നിർത്തി. നിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന സാധനങ്ങള് നീ ശരിയായി കഴിഞ്ഞാൽ നിർത്തും. നിനക്കെതിരെ രക്തണലികളും രാത്രിയിലും പകലും പറഞ്ഞു നിനക്കെതിരെ ചെയ്തു വിടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. എന്നാൽ അതിനെ കൊന്നുകളയാൻ എന്റെ ഞാൻ പരിപൂർണമായി ബൈബിൾ വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അനുവദിക്കില്ല. പ്രശ്നം എന്താണെന്നറിയാം? ശ്രദ്ധിക്കേണ്ടേ, പ്രശ്നം എന്താണെന്നറിയാം? തോന്നുന്ന പോലെ നടന്നതിന് ശേഷം ഒരർത്ഥവും വരത്തില്ലെന്ന് പറയാൻ അത് പറ്റത്തില്ല. തോന്നുന്ന പോലെ ജീവിച്ചിട്ട് തോന്നുന്ന പോലെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ചിലരാണെങ്കിൽ എന്റെ രോഗം നിങ്ങൾ പറയാറുണ്ടോ? പറയില്ലേ? പാസ്റ്റർ എന്താ പറയുക? എന്റെ രോഗം. നിങ്ങൾക്ക് അതിന് രോഗമുണ്ടോ? നിങ്ങളുടേതായ രോഗം തെറ്റല്ലേ? പിശാച് ജയിക്കുന്ന കാര്യമാണ്. ചില സാക്ഷ്യം എന്റെ രോഗത്തിൽ നിന്ന് എന്ത് വിടുതലാണ് തീർന്നു കിട്ടിക്കഴിഞ്ഞു. എന്റെ രോഗം, എന്റെ ഡയബറ്റിക്. നീ ആരാണ്? ആളാരാ നീ? യേശുവിന്റെ മകൾ. പറഞ്ഞ ആളാരാ? യേശുവിന്റെ മകൾ. ഓ ഇന്ന ആളുടെ മോളാ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകളാണ്. എന്നോട് കളിച്ചു സ്വത്രം പറ. ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും ചെറിയ ഹോളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കയറുന്ന ആളാണ്. അങ്ങനെ ഒരിക്കൽ ഒരിടത്ത് കയറി അറിയാതെ കയറിപ്പോയി, പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റിയിട്ടില്ല. കയറിയത് ഇവിടെ ആലയ്ക്കകത്തായിരുന്നു. ഈ ആലയ്ക്കകത്ത് എന്തോ സാധനം ഇരിക്കുന്നത്? നല്ല ചെത്തി മിനുക്കി വെച്ചിരിക്കുന്ന വാളും കത്തി എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവൻ ആള് കയറിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വേദനിച്ചു. അങ്ങനെ കടിക്കാൻ നോക്കി ചുറ്റി വരഞ്ഞു, വീണ്ടും വേദനിച്ചു. അങ്ങനെ രക്തം വാർന്നത് ചത്തു. കടിക്കുന്നത് സൂക്ഷിക്കണം. നീ ആരാണ്? നീ ശരിക്കും മിനുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരാളിനെ തൊട്ടു. ആരാണ്? പൗലോസ് എന്ന് പറയുന്ന തീ കൊള്ളിയെ. അല്ലെ? എന്ന് പറയുന്ന ദ്വീപിൽ വെച്ച് പുള്ളി ഭയങ്കര പ്രശ്നങ്ങളിൽ കൂടെ വന്നാണ്. വന്ന് കയറി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് കിടക്കുന്നത് ഒരു
ഇത് എപ്പോഴാ പിടിച്ചതെന്ന് അറിയുമോ? അണലി എപ്പോഴാ കയ്യിൽ പിടിച്ചത്? അമ്മച്ചിമാരെ ഉറങ്ങല്ലേ കേട്ടോ, ഉറങ്ങത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. എപ്പോഴാ പിടിച്ചത്? തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാത്രമല്ല, തീ വിറക് പറക്കിക്കൊണ്ടിരിക്കും. പുള്ളി വിറക് പറക്കാൻ പോയത്. എല്ലാവർക്കും ഒന്നും കടി കിട്ടത്തില്ല. സ്തോത്രം. വിറക് പറക്കുന്നവർക്കേ കടി കിട്ടത്തുള്ളൂ. ഞാൻ പറയുന്ന പായസം വെക്കുമ്പോ വിറകെടുക്കുന്ന കാര്യമല്ല, അവർ പായസം വെക്കാൻ. സഭയകത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളൊക്കെ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ കയ്യിലെ ആ ചെയ്യുന്ന ആ കൈയാണ് കടിക്കുന്നത്. സ്തോത്രം. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിന്നെ ലക്ഷ്യം വെച്ച് കടിക്കുമ്പോൾ കടിക്കുന്നതിന് മുന്നേ നീ തയ്യാറായിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ മീറ്റിംഗിൽ ഈ ദൂരങ്ങളെ അറിയുന്നത്. അപ്പൊ നമ്മളിന്ന് ഷാർപ്പായ, നമ്മളൊന്ന് മിനുസപ്പെട്ടാൽ, നമ്മളൊന്ന് കത്തി നിന്നാൽ, പറഞ്ഞാട്ടെ ഞാൻ കത്തി നിന്നാൽ അവൻ മറ്റവൻ തെറിച്ചു പോകും. മാളിൽ കയറി ചുറ്റിയതുപോലെ ഇരിക്കും, അവൻ തീക്കകത്ത് വീണതുപോലെ ഇരിക്കും. അവൻ ജന്മത്തിൽ ഇരിക്കാനും പിടിക്കാൻ ഒക്കത്തില്ല. അവൻ എല്ലാവരും പിടിച്ചിട്ടുണ്ടാകാം, കൊട്ടിയിട്ടുണ്ടാകാം, പക്ഷെ കൊത്തുന്നത് സൂക്ഷിച്ചായിരിക്കാം. ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തി കിടപ്പിലാക്കി സ്വപ്നത്തിൽ കൂടെ കടന്നു വന്നതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുർഗാപോലികളില്ല പകലിൽ ആത്മാവിൽ കത്തിച്ച് കരിക്കുന്ന പകലായി തീരട്ടെ. വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ഇതുവരെ കാണാത്ത വലിയ ഒരു പ്രവൃത്തി നിന്റെ മേൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ കത്തിപ്പിടിക്കുക. നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്ന് മനസ്സിലാക്കണം. വചനം എന്താ പറയുന്നേ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നേ. ചിലരൊക്കെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് തെറ്റിപ്പോയി. പക്ഷെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ പിതാവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കും. അപ്പൊ ഏറ്റവും പ്രധാനം ചർച്ചിനകത്ത് വന്ന് ഇരുന്ന് യേശുവേ യേശുവേ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് തീർന്നില്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ ഇതിനകത്തിരുന്ന് ചുമ്മാ ചേരിൽ ഇരുന്ന് സമയങ്ങളെയല്ല, പായിൽ ഇരുന്നിരുന്ന് നശിപ്പിച്ചു കളയല്ല. ഒരു വലിയ കൂട്ടത്തെ തിരിയണം. എന്താ ചെയ്യണം? തിരിക്കണം. പൗലോസ് ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ എന്തുമായിരുന്നു? കൊരിന്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്നാ പരിപാടി ഉണ്ടെങ്കിലും വിജയിക്കുന്നില്ല. ആൾക്കാരെ തിരിയുമായിരുന്നു. അല്ലെ? തെസ്സലോനിക്ക സഭയ്ക്ക് ദൂത് പറയുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബോധനിശ്ചയത്തോടും കൂടെയായിരുന്നു. 3 കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അതിനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പൗലോസിന് നിർബന്ധമായിരുന്നു. ഒന്ന് എന്താണ്? ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ അത് വചനമായിട്ട്, നോട്ട് ഇൻ വേർഡ്, അത് വെറും ഒരു വാക്കായിട്ട് കിടക്കത്തില്ല, അതിനൊരു പരിണാമമുണ്ട്. ഹല്ലേലൂയ. എന്താണ് പരിണാമം? ശക്തി വെളിപ്പെടണം. 2 പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങണം. 3 എന്ത് ചെയ്യണം?
ബഹുനിശ്ചയത്തോടെ. എന്താ ബഹുനിശ്ചയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത് അത് അവിടെ സംഭവിക്കണം. ഞാൻ എന്തുദ്ദേശത്തോടെന്ന് പറയുന്നു അത് നടക്കണം. അതാണ് പൗലോസ് പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് എന്താ നമ്മൾ നടന്നത്? ബഹുനിശ്ചയത്തോടെ. പറഞ്ഞ ബഹുനിശ്ചയത്തോടെ. അയ്യോ, ആരാലും മുന്നിലെല്ലാവരും ചന്തയിലാണോ? ഒന്നുറക്കെ പറഞ്ഞാട്ടെ. ബഹുനിശ്ചയത്തോടെ. പിന്നെ ശക്തിയോടെ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവും ശക്തിയും പിന്നെ ബഹുനിശ്ചയം, ഇത് മൂന്നും കൂടെ ചേർന്നാണ് പുള്ളി വചനം പ്രസംഗിക്കുന്നത്. അത് പുഴയ്ക്കരിയിലായാലും പ്രസംഗിക്കുമായിരുന്നു പുള്ളി. അപ്പോഴും പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ ചിലത് നടന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് പുള്ളി കയറി കഴിഞ്ഞാൽ അവിടുന്ന് ചിലതിനെ കൊണ്ടേറങ്ങുന്നു. നിങ്ങൾ എത്ര പേരെ കൊണ്ടിറങ്ങും? നിങ്ങളുടെ നാട്ടിൽ എത്ര പേരെ നിങ്ങൾ നിമിത്തം പുറത്തു വന്നിട്ടുണ്ട്? വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ശക്തിയില്ലെന്നാണ്. വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ കുറവാണ്. വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്കൊരു നിശ്ചയമില്ലെന്നുള്ളതാണ്. നിശ്ചയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ലെവലാണ്. കോൺഫിഡൻസ്. ഉറപ്പില്ല, പലർക്കും ഉറപ്പില്ല. ഒരു ഞായറാഴ്ച ആരാണെങ്കിൽ വന്നാൽ പോലും ഉറപ്പില്ല. ഇന്ന് എന്തെങ്കിലും നടക്കും. പിന്നെ എന്തിനാ വരുന്നത്? രണ്ട് വഴിക്കിട്ട് സാക്ഷ്യം പറയണം. ഞാൻ യേശു എനിക്ക് വല്ലവനായിരുന്നു, നല്ലവനായിരുന്നു, കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവം സൂക്ഷിച്ചു. അതൊന്നും സാക്ഷ്യമല്ല. അത് ദൈവത്തിന് നന്ദി കരയറ്റണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയേണ്ട കാര്യമാണ്. സാക്ഷ്യം പറയണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ബസ്സിൽ കയറിയപ്പോൾ എന്റെ അടുത്തിരുന്ന വ്യക്തിയോട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. എന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ പേര് ഇതാണ്. നിന്റെ അകത്ത് നിന്റെ വിഷയങ്ങൾ നടക്കുന്നു, നിന്റെ വീട്ടിനകത്ത് നിന്റെ വിഷയങ്ങൾ നടക്കുന്നു. അവൻ ഞെട്ടും. അവൻ ഞെട്ടുമ്പോ അടുത്തുള്ളവരെ ഞെട്ടും. കാരണം നിന്നിൽ പ്രവർത്തിക്കുന്നത് സാധാരണ ആത്മാവല്ലെന്ന് തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തിരിവിലേക്കും ഒരു ഷാർപ്പിലേക്കും ദൈവം നിന്നെ പിടിച്ചു കയറ്റാൻ ആഗ്രഹിക്കുമ്പോൾ എത്ര പേർ അതിന് തീരുമാനമെടുക്കുന്നു? നിശ്ചയത്തോടെ, ശക്തിയോടെ, പരിശുദ്ധാത്മ നിറവോടെ എനിക്ക് ശുശ്രൂഷകൾ ചെയ്യണം. അതൊരു പാസ്റ്ററുടെ മേൽ മാത്രമല്ല, നിന്റെ മേൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും നമ്മളിലൂടെ നടക്കത്തില്ല. ഞാനൊരു സാധാരണ ഉണക്ക വിശ്വാസി, അത്രേ ഉള്ളൂ. എന്റെ കുടുംബം കുലവും എല്ലാം ചെറുത്. നിങ്ങൾ വേറെ പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവം തെരഞ്ഞെടുത്ത് ഷാർപ്പാക്കി ഉപയോഗിച്ച ഓരോരുത്തരും പറഞ്ഞ കാര്യമാണ് എന്റെ കുടുംബം എന്തുള്ളൂ. ഞാനെന്തുള്ളൂ അല്ലെ? എന്റെ കുടുംബം എന്തുള്ളൂ, എന്റെ ഗ്രഹം എന്തുള്ളൂ. ചെള്ളാണ്, ഇതാണ്. എത്രത്തോളം പുള്ളി പറയാ, ഞാൻ ദരിദ്രനാണ്, ഞാൻ എളിയവനാണ്, ഞാൻ എന്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിയെയാണ് സ്വർഗത്തിലെ ദൈവം പിടിച്ച് യുദ്ധത്തിന് കൊണ്ട് നടത്തിയത്. അടികള അവൻ അടിച്ചു, ഒരൊറ്റ കല്ലെടുത്ത് എറിഞ്ഞു. ആ കല്ലിൽ ഗോലിയാത്ത് വീണു. നീളമൊന്നും നോക്കിയല്ല ദൈവം. നിനക്ക് ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ടോ? ചിലതൊക്കെ അത് കല്ലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവന്റെ ഉന്നം കൊണ്ട് വീണതല്ല. കല്ലെടുത്ത് ഇങ്ങനെ എറിയുമ്പോ നെറ്റിയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നെറ്റിയിലാണ് കൊള്ളുന്നത്, പുറകോട്ടേ വീഴത്തുള്ളൂ. ഇത് പുള്ളി പുറകോട്ട് വീഴില്ലെന്ന്. പുറകോട്ട് വീഴാതെ ഒരാള് നിന്ന് അതാണ് നീ ഒറ്റ കല്ല് ദൂതന്മാരെ നിനക്ക് വേണ്ടി സഹായിക്കണം. നീ ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ പുറകിൽ നിന്നോട് ആ കല്ല് കൊള്ളിപ്പിക്കാൻ നിന്നെ വിജയശാലിയാക്കി മാറ്റാൻ, നീ ആയിരങ്ങൾക്ക് മാനിക്കപ്പെട്ടവരായി മാറാൻ നിന്നെ ദൈവം ഉയർത്തണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ഓരോ ദുർമന്ത്രവാദത്തിനും ആവിയാനത്തിനും ദുഃഖമണ്ഡലങ്ങൾക്കും മാനുഷിക ശക്തികൾക്കും വെല്ലുവിളികൾക്കും ഒരു എന്ന് ഞാൻ പറയുമ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഫലമടിച്ച് ആത്മനിറവിലേശുവേ നന്ദി എന്ന് പറഞ്ഞ് അവൻ നൽകിയ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വിടുതലുകൾക്കുമായി ഒരു സ്തോത്രം ചെയ്യട്ടെ. ആമേൻ.
നിന്നു, സ്റ്റോപ്പായി, നിർത്തി എന്നൊക്കെ പറയുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. പൊട്ടിയെടുത്തു നിന്നും ദൈവം കിളിർപ്പിക്കുന്നു. ആമേൻ. 14-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. നമ്മൾ വൃക്ഷത്തെക്കാളും ശ്രേഷ്ഠരല്ലേ? വൃക്ഷത്തെക്കാൾ വൃക്ഷത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ വൃക്ഷമായ പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? വെള്ളത്തിന്റെ ഗന്ധം കിട്ടിയാൽ, ഗന്ധം എന്ന് പറഞ്ഞാൽ സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു മണം കിട്ടിയാൽ മതി. വെള്ളത്തിന്റെ ഒരു പ്രസൻസ് കിട്ടിയാൽ മതി. എല്ലാവരും കേൾക്കുന്നുണ്ടോ? വെള്ളത്തിന്റെ ഗന്ധം ഉറക്കെ പറഞ്ഞോട്ടെ. വെള്ളത്തിന്റെ ഗന്ധം, വെള്ളത്തിന്റെ ഗന്ധം, വെള്ളത്തിന്റെ ഗന്ധം, വെള്ളത്തിന്റെ ഗന്ധം, ഗന്ധം കിട്ടിയാൽ മതി. സിറ്റുവേഷൻ എല്ലാം മാറും. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിന്റെ ഗന്ധം അടിച്ചാൽ, പരിശുദ്ധാത്മാവായിട്ട് നീ കണക്ട് ആയ, നിന്റെ വേദന ഒന്ന് അതുമായി കണക്ട് ആയ, നീ ആ പരിശുദ്ധാത്മാവുമായി കൂട്ടുകൂട്ടിയാൽ നിന്റെ തലം മാറും, നിന്റെ ലെവൽ മാറും, നിന്റെ ജീവിതം മാറും. അങ്ങനെ ചില കൂട്ടിമുട്ടലുകൾ ഈ ഭവനത്തിൽ, ഈ സഭയിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കൂട്ടിമുട്ടലുകൾ ആത്മാവിൽ സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചു. ദൈവം ആത്മാവിൽ കൂട്ടിമുട്ടിക്കുന്ന സമയമാണ്. നിങ്ങൾ എന്നോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ചിലതൊക്കെ ദൈവം തുറക്കും. ഇന്ന് പകൽക്കാലം അടഞ്ഞു കിടന്ന ചിലത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചാൽ, ഇത് ചെയ്യുന്നത് ഞാനല്ല, പരിശുദ്ധാത്മാവാണ്, തുറന്നു വിടും. നിങ്ങളവിടെ വായിച്ചു നോക്കിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗന്ധം തട്ടുമ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടിക്കിലും. എന്ന് വെച്ചാൽ നീ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് നടക്കാത്ത സംഭവം നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ചർച്ചിനകത്ത് വന്നിരുന്ന് കൈയടിച്ച് ആരാധിക്കും. എത്ര വിശ്വാസങ്ങളെന്ന് അറിയാമോ? സഭയിൽ പോകുന്നുണ്ട്, ഇപ്പോഴും വിടുതലുകൾ കിട്ടാതിരിക്കും. അതിന്റെ റീസൺ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശുവുമായിട്ട്, പരിശുദ്ധാത്മാവും യേശുവും പിതാവും എല്ലാം ഒന്ന് തന്നെയാണ്. യേശുവുമായിട്ട് ഒന്നും ഒരു ബന്ധവുമില്ല, വചനവുമായിട്ട് ഒന്നുമില്ല. പോകുന്നു വരുന്നു, അത്ര മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ യാതൊരു തരത്തിലും ഇവർ വിശ്വസിച്ച് ചില ആക്ഷനുകൾ ചെയ്യുന്നില്ല. ഈ കൂട്ടുമുട്ടലുകൾ നടക്കണമെങ്കിൽ, എൻകൗണ്ടറുകൾ നടക്കണമെങ്കിൽ, നിങ്ങൾക്കറിയാമോ, അതിന് ഒരു ആക്ഷൻ ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം പറഞ്ഞു. ഒരിക്കൽ യേശു എരിവോവിലെത്തിയപ്പോൾ ഒരു പുള്ളിക്കാരൻ, ഒന്നല്ല ഒന്ന് രണ്ട്, ചിലടത്ത് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്, കുരുടരാണ്. അവര് യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അതുവഴി വരുന്നുണ്ട്, ഞങ്ങൾ ഇരിക്കുന്നിടത്തൂടെ യേശു വരുന്നുണ്ട്. കാരണം ദൂരെ ഒന്നും അവർക്ക് പോകാനൊക്കത്തില്ല. ഞങ്ങളുടെ ഇടത്തിൽ കൂടെ യേശു പോരുന്നുണ്ട്. അബദ്ധവശാൽ കിട്ടിയ ഒരു അവസരമാണ്. ഇത് അറിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ട് ഭിക്ഷക്കാർ, കുരുടന്മാരെ ഭിക്ഷയാക്കുന്നവരാണ്. വേറെ ചിലരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവർക്കൊരു തോന്നല്, യേശുവിനെ ഒന്ന് വിളിക്കണം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഹൃദയം പൊട്ടി വിളിക്കാനായി തുടങ്ങി. ഇന്ന് വിളിയൊന്നുമില്ല. എന്താ അറിയാം? അങ്ങനെ ഒരു വിളി പുറപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ആദ്യത്തെ പരിപാടി സ്റ്റോപ്പ് ചെയ്തല്ലേ രണ്ടാമത്തെ ചെയ്യണം. മനസ്സ് മൊത്തം പൈസ പൈസ എന്നുള്ള ചിന്ത അല്ലേ കളയൂ. കിട്ടുന്ന 10 രൂപ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഭിക്ഷയച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തന്മാരും. അപ്പോഴാണ് കൃത്യമായി അവരുടെ കൂടെ ഉള്ളവരൊക്കെ കടന്ന് വിളിക്കുകയാണ്, ഞങ്ങളോടൊന്നും കരുണ തോന്നണേ. ഒത്തിരി തടസ്സങ്ങൾ വന്നു, ഒത്തിരി പേര് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ
അവന് ശോഭയില്ല. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും നിലവിളിച്ചു. യേശു നിന്നു വിളിക്കാൻ പറഞ്ഞു. എന്ത് വേണം? എന്ത് വേണം? അതുമല്ലേ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോ എന്ത് വേണം നിനക്ക്? ആരാ ചോദിക്കുന്നത്? എല്ലാം നടത്തി കൊടുക്കുന്ന ആളാ. അതുവരെ എത്തണം സഹോദരങ്ങളെ. നിങ്ങളോട് യേശു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണം എന്ത് വേണം മോനെ, എന്ത് വേണം മോനെ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അതിലേക്ക് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാ അതിലേക്ക് പോയവരെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ പോയ പലരും മാറ്റങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എൻകൗണ്ടർ ഉണ്ടാകുന്നു. എങ്ങനെ? വിളിച്ചപ്പോൾ ആ റെസ്പോണ്ട്. എല്ലാവരും ഒതുങ്ങിക്കൂടിയപ്പോൾ, എല്ലാവരും തടഞ്ഞപ്പോൾ, ആ തടസ്സത്തിനനുസരിച്ച്, ബ്ലോക്കിനനുസരിച്ച് ബ്ലോക്കായി കിടക്കാതെ അവരതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് യേശുവെ കരുണയുണ്ടാകണമെന്ന് ഉറക്കെ ശബ്ദമുയർത്തി വിളിച്ചു. ആക്ഷൻ. വിളിച്ചു, വീണ്ടും വിളിച്ചു, വിട്ടുകൊടുത്തില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. വചനം പറയുന്നു, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ ഒരിക്കലും തളരരുത്. തളർന്നു പോകാൻ നീ നന്മ പ്രാപിക്കണം. നല്ലൊരു കൊയ്ത്ത് നിനക്ക് വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ നീ കൊയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു, നീ വിശ്വാസത്തോടെ ചിലത് ചെയ്യാനായി തുടങ്ങാം. വിശ്വാസത്തിന്റെ ചില സ്റ്റെപ്പുകൾ നീ മുന്നോട്ട് വെക്കുമ്പോഴാണ് അത് യേശുവും പറയുന്നുണ്ട്. അന്ന് സാരഫാത്തിന് അങ്ങ് വിധവേ, സാരഫാത്തിൽ ഒത്തിരി വിധവമാരുണ്ട്. പക്ഷെ എല്ലാ വിധവമാരുടെയും വീട്ടിൽ ഏലിയാവ് പോയില്ല. മനസ്സിലാകുന്നുണ്ടോ? സാരഫാത്തിലെ വിധവയുടെ വീട്ടിലേക്കാണ് യേശു ഏലിയാവിനെ കടത്തിവിടുന്നത് ദൈവം. എന്തുകൊണ്ടെന്നറിയാമോ? ആമേൻ. അവിടെ അവര് ഒരു പ്രതികരണം അവർ കാണിക്കുകയാണ്. ആമേൻ. ഏലിയാവ് പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്, ഏലിയാവ് പറയുന്നു, നീ ആദ്യം ഒരു റൊട്ടി ഉണ്ടാക്കി എനിക്ക് കൊണ്ടു തരിക, വെള്ളം കൊണ്ടുവരിക. വിശ്വാസത്തോടെ അവർ കഴിക്കാനിരുന്നതിനെ അവർ ഉണ്ടാക്കുകയാണ്. ആർക്ക് വേണ്ടിയായി ഉണ്ടാക്കുന്നത്? ഇയാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു അല്ല, വിധേനെ ഉണ്ടാക്കുകയല്ല. മനോഹരമായി അവസാന റൊട്ടി, മാവില്ല വേറെ, ഉള്ള മാവെടുത്ത് കുഴച്ചു. അല്ലാതെ വർദ്ധിച്ചതിന് ശേഷം കുറച്ചെടുത്തതല്ല, ഉണ്ടായിരുന്നതെടുത്ത് ഉണ്ടാക്കി. ഉണ്ടായിരുന്നതിനെ കൊണ്ട് ചിലത് ചെയ്യാൻ തുടങ്ങിയോ നീ എൻകൗണ്ടറിലേക്ക് പ്രവേശിക്കുക. നിനക്ക് കൂട്ടിമുട്ടലുകൾ ഉണ്ടാകും. നീ കാണാത്തത് നില കാണുകൊണ്ട് നീ കാണാൻ തുടങ്ങാം. നീ കേൾക്കാത്തത് നിന്റെ ചെവി കൊണ്ട് കേൾക്കാൻ തുടങ്ങാം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യം ഉണ്ടാകത്തക്ക നിലയിൽ വിധവയുടെ വീട് മാമേ നോക്കുക. പ്രിയമുള്ളവരെ, ആ മാവ് കൊണ്ട് നിറയുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ വീട് യഹോവയുടെ നന്മ കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ നിന്റെ വീട്ടിലെ കുറവുകളെ നികത്താൻ കഴിയണം. നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ പറ്റും. നിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ മാറ്റാൻ പറ്റും. നിന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കാൻ പറ്റും. അവൻ കുറവുള്ളത് നികത്താൻ പറ്റും, കൂട്ടി നൽകാൻ പറ്റും. പക്ഷെ നീ ആദ്യം ചിലര് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പുറത്തെടുക്കുക. വിശ്വാസത്തോടെ ചിലത് ചെയ്തു തുടങ്ങാൻ പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുന്നു. നീ വിശ്വാസത്തോടെ ഇതിനകത്തിരുന്ന് രണ്ട് സ്തോത്രം പറയുമ്പോൾ നീ അറിയാതെ നിന്റെ നാവിൽ ദൈവത്തിന്റെ നിറവുകൾ വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിസ്താരത്തിൽ തുറക്കാം, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാം. തുറക്കാൻ കഴിവുള്ള ആ ശബ്ദം കേൾക്കട്ടെ, നിന്റെ ശബ്ദം ഉയർത്തട്ടെ. യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവൻ ആരാധനകൾ കൊടുത്തുകൊണ്ട്, സ്തുതികൾ കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. അവന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ ഇറങ്ങി വരട്ടെ, ഇപ്പോൾ ഇറങ്ങി വരട്ടെ, ഇപ്പോൾ ഇറങ്ങി വരട്ടെ. റെസ്പോണ്ട് നടത്തണം. യേശുവിനെ പറഞ്ഞു, ഈരണ്ട് പേരെ വെച്ച് യേശു ചിലരെ വിട്ടു. എങ്ങോട്ടാ വിട്ടെ? യേശു നിങ്ങളുടെ നോക്കിയ നിങ്ങളെ യേശുവിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എല്ലാവരും?
അടുത്തിരിക്കുന്ന കാര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞോട്ടെ, യേശു നിങ്ങളെ കിട്ടി. യേശുവിന്റെ കയ്യിൽ നിങ്ങളെ കിട്ടിയാൽ, യേശുവിന്റെ കയ്യിൽ നിങ്ങളെ കിട്ടിയാൽ ആദ്യം അടിച്ചാൽ ഒതുക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഉറങ്ങുന്നവരോട് പറയാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആണോല്ലോ യേശു ആ പരിപാടി ചെയ്തിട്ടുണ്ടോ? യേശു ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോ അവരോട് പറഞ്ഞു, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കും, എനിക്ക് വ്യക്തിപരമായിട്ട് അന്നേരം മൂന്നെണ്ണം കൂർക്കം വലിക്കാൻ തുടങ്ങി. കാരണം ഗാർഡനല്ലേ, നല്ല കാറ്റൊക്കെ കിട്ടിയപ്പോൾ നല്ല ഉറക്കം വന്നു. യേശു വന്നാൽ അഴിച്ചു നമ്മളാണെങ്കിൽ മോന് ഭയങ്കര ക്ഷീണം, എത്ര വർഷമായിട്ട് ക്ഷീണം ഉറക്കുന്നു, അത് ഉറങ്ങിക്കോട്ടെ. സഭയിലായാലും ചില പാസ്റ്റർമാരിക്കുന്നുണ്ട്, ആ ഫോണിലിരിക്കുന്ന ആ പുള്ളിക്കാരെ ഉറങ്ങിക്കോട്ടെ, കാരണം ഒത്തിരി ക്ഷീണമുള്ളത്. അടുത്തിരിക്കുന്നവര് നോക്കിയാൽ ഇവരിങ്ങനെ തന്നെ ഇതിങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതാണ്. നിങ്ങൾ തെറ്റല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങാനും ഉറക്കാനും ഒക്കെ വീട്ടിൽ നിങ്ങൾക്ക് നല്ല ബെഡില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് നല്ല ബെഡുണ്ട്, നല്ല AC റൂമുണ്ട്, നിങ്ങൾക്ക് നല്ല കട്ടിലുണ്ട്. ഇങ്ങനെ സീറ്റിലിരുന്ന് ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ? അടുത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ റെസ്പോണ്ട് ഭയങ്കരമാണ്. യേശു രണ്ടുപേരെ വെച്ച് ഇങ്ങനെ വിട്ടപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അതിനകത്ത് നിങ്ങൾ ചെന്നിട്ട് അവിടെ ചെയ്യേണ്ട കാര്യം സമാധാനം എന്ന് പറയുക. ഹിന്ദിയിൽ കല്യാണം എന്നാ പറയുന്നത്, വന്ദനം, സമാധാനം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, ശലോം. ദൂതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് ഒരാൾ കയറി ഒന്ന് വെളിയിലോട്ട് വരുമ്പം എന്ത് ചെയ്യണം? സമാധാനം തിരിച്ചു പറയണം. അപ്പൊ അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം മറ്റൊരു സമാധാനമായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ യേശു പറഞ്ഞത് അങ്ങനെ, ഒരു സമാധാനപുത്രൻ ആ വീട്ടിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത വിശ്വാസത്താൽ അടുത്ത എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ആ വീട്ടിനകത്തേക്ക് നിങ്ങളുടെ അനുഗ്രഹം ഇറങ്ങി. ചിലരാണെങ്കിൽ പ്രാർത്ഥിച്ച് സമാധാനം പ്രാപിക്കാനിരിക്കുകയാണ്. പ്രാർത്ഥിച്ചത് കൊണ്ടും കിട്ടുന്നതല്ല സമാധാനം, വിശ്വാസത്തോടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് സമാധാനം. ഇന്ന് പകലിൽ അങ്ങനെയെങ്കിൽ എത്രയോ പ്രാവശ്യം നിങ്ങൾ മൗനമായിരുന്നിരിക്കുകയാണ്. നിങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയാതെ നിങ്ങളുടെ നന്മകൾ എവിടെയെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ടാകാം. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, അല്ലേ? വേദപുസ്തകം പറയുന്നു, മിണ്ടാതിരിക്കരുത്, ഉറക്കെ വിളിക്കണം, വായ തുറന്നു വിളിക്കണം, ശബ്ദമുയർത്തണം. ദാവീദ് ഇത്രയും വലിയ രാജാവായിരുന്നിട്ടും പുള്ളിക്കാരൻ ചെയ്യുന്നത് 3 നേരം 55 സങ്കീർത്തനം അതിന്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് പുള്ളിക്കാരൻ TV എടുത്ത് വെച്ച് യൂട്യൂബും കണ്ടോണ്ടിരിക്കുന്നല്ല. സ്തോത്രം പറ. സങ്കടം ബോധിപ്പിച്ച് കരയും. എല്ലാവരും പറഞ്ഞ സങ്കടം ബോധിപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. 3 നേരം സങ്കടം ബോധിപ്പിച്ച് കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? ഇവിടെ ആരൊക്കെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞവര് ഒന്ന് കൈയെടുക്കാവോ? ചില കാര്യങ്ങളൊക്കെ ഉയർത്തുന്നില്ല, ഞാനെന്തെങ്കിലും കുറ്റം പറയണം. സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞിട്ടുള്ളവർ കൈയൊക്കെ പിടിച്ച് ഇനി നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ആ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ വിഷയത്തിന് മറുപടി കിട്ടിയോ ഇല്ലയോ? കിട്ടി. അപ്പൊ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ വിടുതൽ നടക്കും. ഹന്ന കരഞ്ഞില്ലേ?
സങ്കടം കൊണ്ട് വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചില്ലേ? ആമേൻ. അടുത്ത വർഷം കയ്യിൽ വന്നില്ലേ ആ ശമൂവേൽ? സങ്കടം ബോധിപ്പിച്ച് കരയുന്നതിനെ സ്വർഗത്തിലെ ദൈവം മറികടന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കണ്ണുനീരോടെ വിതപ്പീൻ, ആർപ്പോടെ കൊയ്യാം. അതിനൊരു കൊയ്ത്തുണ്ട്. കരയാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ ആ സാഹചര്യം കാണുമ്പോ ഉടനെ റെസ്പോണ്ട് ചെയ്തോണോ, കരഞ്ഞോണോ, വിലപിച്ചോണോ? ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ലൈഫില് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞപ്പോഴെല്ലാം നേരത്തെ പറഞ്ഞില്ലേ, വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അതിന്റെ വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ പൊട്ടിക്കലും. ഇപ്പൊ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. സ്തോത്രം പറ. 3 മാസം കൊണ്ട് ഞാൻ നിന്നെ ഈ ദേശത്ത് നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് മുംബൈയിൽ എനിക്കെതിരെ പ്രചാരണങ്ങൾ നടത്തി എന്റെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി. ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത് ഞാനും എന്റെ വൈഫുമായി അവിടെ താമസത്തിലിരുന്നപ്പോൾ, പുതുതായി ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ എനിക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കി. അവൻ കാർഡ് കൊണ്ട് കൊടുത്തിട്ട് എന്റെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ശിവസേന ഓഫീസിലും മറ്റ് പല ഇടങ്ങളിലും എനിക്കെതിരെ ചിലത് ഉണ്ടാക്കി. തീർന്നില്ല. അവിടെയുള്ള ചില പ്രധാനപ്പെട്ട വ്യക്തികൾ, ആ സമയത്ത് സ്റ്റാർട്ടിംഗ് ആണ്, അദ്ദേഹത്തിന്റെ 2006-ലാണ് ഞാൻ പുതിയൊരു പ്രവർത്തനം ഒരു ഗ്രാമത്തിൽ ആരംഭിക്കുന്നത്. മുംബൈയിൽ നമുക്കൊരു വലിയ പട്ടണമായിട്ടാണ് കാണുന്നത്, പക്ഷേ ഒത്തിരി ചെറിയ ചെറിയ സ്ലമ്മുകളുള്ള ഒരു വലിയ പട്ടണമാണ് മുംബൈ. മുംബൈയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴും വന്നാലും സ്വാഗതം. അപ്പൊ അവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ചെറിയ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ലമ്മുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞാൻ എടുത്ത വീട് ഒരു ചെറിയൊരു ഒരു ഭവനം എടുത്തിട്ട് അവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപയാൽ 6 മാസം ആകുമ്പോൾ അവിടെ ആത്മാക്കൾ വന്ന് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഭവനം എടുത്ത് 3 മാസമായപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബൈക്ക് നാട്ടിലുണ്ടായിരുന്നു. ആ ബൈക്കിലേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. നല്ലൊരു ദിവസം ഒരു മനുഷ്യൻ എന്നെ തടഞ്ഞു നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഈ ഹോളിനകത്ത് ഇനി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആൾക്കാർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ റൂം അടച്ചിട്ട് തല്ലോ എന്ന് പറഞ്ഞു. റൂം അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വീടെടുത്തും പോയി, ഡിപ്പോസിറ്റ് കൊടുത്തും പോയി. ഡിപ്പോസിറ്റ് ഇല്ലായിരുന്ന നാട്ടിൽ വന്ന് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി പറക്കി കൊണ്ടുപോയതാ. അവിടെ പോയി ഡിപ്പോസിറ്റ് ഇട്ട് വീട് എടുത്ത് പ്രാർത്ഥന തുടങ്ങുക. കാരണം വേറെ വഴിയില്ല, നമുക്ക് വേറെ സാഹചര്യങ്ങളൊന്നുമില്ല. എന്നാൽ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, ഉപവാസ പ്രാർത്ഥനയുടെ പവർ കൂടെ പറയാം. ഞങ്ങൾ വിശ്വാസത്തിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. ആൾക്കാർ വരാതെ ഞങ്ങൾ തന്നെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആൾക്കാരോട് പറഞ്ഞു നിങ്ങളാരും വരണ്ട, ആമേൻ. അഥവാ വന്നാൽ 1-2 പേര് ഇടയ്ക്ക് വന്നിട്ട് പോവുക. അങ്ങനെ കൂട്ടമായിട്ട് വരാൻ സമ്മതിച്ചില്ല. പ്രാർത്ഥന തുടങ്ങി. 10-ാം ദിവസമായപ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്തത്, അവിടെയുള്ള ഒരു മനോഹരമായ ഒരു ഹോള് ഇങ്ങനെ വെറുതെ കിടക്കുക. അവിടെയുള്ള മലപാടികൾ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെയുള്ള കരാട്ട പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമായിട്ട് ഞാൻ എങ്ങനെയോ കൂട്ടുമുട്ടി. എനിക്കിപ്പോഴും ഓർമ്മയില്ല. അദ്ദേഹം എന്നെ കൊണ്ടുപോയി കാണിക്കുകയാണ് ഈ ഹോള്. 300-ലധികം 400 പേർക്കോളം പേർക്ക് ഇരിക്കാനുള്ള വിചാരിച്ചു. ഇത്രയും വലിയ ഹോളാവട്ടെ, ഇവിടെ ഒത്തിരി പൈസ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ പറയുന്നത് നിങ്ങൾ 500 രൂപ തന്നാൽ മതി. മാസം 500 രൂപയുടെ വാടകയില് ദൈവം നിങ്ങൾക്കറിയാമോ, ഹോളിനകത്ത് ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ആരാധന നടന്നു. ഇപ്പോഴും ആ ഹോള് നമ്മുടെ കയ്യിലാണ്. പക്ഷെ നമുക്ക് അതിനേക്കാളും വലിയൊരു ഹോള് കിട്ടിയത് കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ മാറി നമ്മുടെ അവിടെയുള്ള മനോഹരമായൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ഓഡിറ്റോറിയം ദൈവകൃപയാൽ നമുക്ക് ആരാധിക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം വർദ്ധിപ്പിച്ചു.
എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? പ്രശ്നങ്ങൾ വന്നിട്ടാണ് അതെല്ലാം വൈഡാകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലതൊക്കെ വൈഡാകണമെങ്കിൽ ഒടിച്ചു കൊടുക്കണം. ചില വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് കയറി പിടിച്ച് മുകളിലോട്ട് കയറി. അപ്പൊ നമ്മൾ ചെയ്യുന്ന അതിന്റെ കൊമ്പൊന്നും അതിന്റെ ആ തിളിരൊന്നും എന്ത് ചെയ്യും? മുറിച്ചു കൊടുക്കും. സൈഡിൽ കൂടെ അത് പൊട്ടിക്കിളിക്കുന്നത് കാണാം. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കടത്തിവിടും. എല്ലാം തീർന്നു പോയി അവസാനിച്ചു എന്ന് നമുക്ക് തോന്നും. പക്ഷെ തിരിച്ചറിയുക, നീ വൈഡാകാൻ പോവുകയാണ്, വളരാൻ പോവുകയാണ്, ഫലങ്ങൾ വരാൻ പോവുകയാണ്, കൊമ്പുകൾ വരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, അങ്ങനെ തടസ്സങ്ങൾ വന്നതിന്റെ കാരണത്താൽ ദൈവകൃപയാൽ ഞങ്ങളുടെ പ്രവർത്തനം വീണ്ടും വളർന്നു. പുതിയ സ്ഥലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ നടത്തിയ ആ സ്ഥലത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലും ഞങ്ങൾ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അവിടെ എടുത്തതായ റൂം നിറഞ്ഞു കവിഞ്ഞു. അവിടെ വെറും 30 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു സൊസൈറ്റിയുടെ ഒരു ഹോളുണ്ട്. ആ 30 പേർക്ക് ഇരിക്കാവുന്നതായ ഹോളിനകത്ത് പ്രാർത്ഥന നടത്തി 70ഓളം പേര് ആ റൂമിനകത്ത് ഒരു കാലിന്റെ മീതെ കാല് വെച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചമ്മണപ്പാട്ടി താഴെ ഇരിക്കുന്നു, അവിടെ ചെയറൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങി, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. വീടുകളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ മന്ത്രച്ചരടുകളും അതുപോലെ പുസ്തകങ്ങളും വിഗ്രഹങ്ങളും എല്ലാം പറിച്ചെടുത്ത് അവിടെയുള്ള ഒരു വലിയ സമുദ്രത്തിന്റെ അരികൊണ്ട് അവിടെ കൊണ്ട് എറിയാൻ സ്വർഗ്ഗത്തിലെ ഒത്തിരി ഭവനങ്ങളിൽ നിന്ന് ദൈവം നൽകി. ചാക്ക് കണക്കിനാണ് വേണ്ടി വാരിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. സ്തോത്രം പറയാം. ഇതൊക്കെ അവിടെ സംഭവിച്ചു. അതിന്റെ കാരണത്താൽ ദൈവം സമയം വളർത്തി. 70ഓളം ആൾക്കാർ ഒരു ചെറിയ 30 പേരിരിക്കുന്ന ഹോളിനകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാനുള്ള ചൂട് എത്രമാത്രമാണെന്ന്. അവർ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുളിച്ചിട്ട് അതുപോലെ ഇറങ്ങി വരുന്നത് പോലെ അങ്ങനെ ബുദ്ധിമുട്ടിയ സാഹചര്യം. എന്നാൽ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായി. എന്താ സംഭവിച്ചത്? ഇവിടെ നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്കും തടസ്സമിട്ടു. അവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റിക്കാരൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് തരത്തില്ല, ചാവിയെല്ലാം തരാതെ അവർ മാറി. ആൾക്കാരോട് പറയാൻ പറ്റിയില്ല, കാരണം അടുത്ത സൺഡേക്ക് ഈ സൺഡേയിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ പറയാൻ പറ്റില്ല. ആൾക്കാരെല്ലാം വന്ന് എവിടെ ഇരിക്കും? കോരിഡോറിൽ ഇരുത്തി. അതൊരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് 2-4 റൂമുകൾ ഇങ്ങനെ ഉള്ളത്, അതിന്റെ ഇടയിലുള്ളത് നടന്നു പോകുന്ന ആ സ്ഥലത്ത് ഇരുത്തി പ്രാർത്ഥന നടത്തി. വേദനിക്കേണ്ടി വന്നു. വളരെ മനസ്സ് വേദനിച്ചു, ബുദ്ധിമുട്ടി, കരഞ്ഞു. കർത്താവ് അതിന്റെ കാരണത്താൽ 150 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോള് സ്വർഗ്ഗത്തിൽ അതിന്റെ അടുത്ത് തുറന്നു. അപ്പൊ ദൈവം ചിലത് കരയുമ്പോഴാണ് തുറക്കുന്നത്. നമുക്ക് കരയാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ കരഞ്ഞോണം. അദ്ദേഹം പറയല്ലോ, മക്കളെ കരയുന്നത് കരയണം, ചെന്നിരുന്ന് കരയണം, റൂമിനകത്ത് അടച്ചിട്ട് കരയണം. അവൻ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂറെങ്കിൽ മണിക്കൂർ നിനക്ക് കിട്ടാവുന്ന സമയം അവിടെ ചെലവഴിച്ച് കരയണം. അവിടെയാണ് ചിലത് പൊട്ടിക്കിളുന്നത്. മരുഭൂമിക്കകത്ത് കിടന്ന് കരഞ്ഞ ആകാരന് വേണ്ടി അല്ലേ, സ്വന്തം മകന് വേണ്ടി കിണർ പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് ദൈവം അവരെ വെട്ടി തുറന്നു കൊടുത്തില്ലേ? നിനക്ക് തുറക്കത്തില്ലേ ആ ദൈവം? നീ വിശ്വസിക്കുന്ന ആ ദൈവം ഇന്ന് പകലിൽ ചില കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ. ചില വീടുകളുടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ open in the name of Jesus. അത് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ആയി തുറന്നു നീ പറ, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ചില വൈഡ്നെസ്സിന്റെ സമയത്തിലേക്ക് നീ എത്തി നിൽക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്, അവൻ ഏതോ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിന്റെ ലൈഫിൽ ഉണ്ടാകേണ്ട ചില വളർച്ചകൾ അവൻ ബ്ലോക്കായിരിക്കുന്നത് പോലെ കാണുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ദൈവം നീയുമായിട്ട് ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും
സമയം കിട്ടിയില്ല, ബിസിയായി പോയ ചില സാഹചര്യങ്ങൾ, പല കാര്യങ്ങളിലേക്കും മനസ്സിനെ കൊണ്ടുപോയ സാഹചര്യം, അത് നിമിത്തം ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിപ്പാൻ കഴിയാത്ത ചില അവസ്ഥ. പറയുന്ന ഈ കാലഘട്ടത്തില് കർത്താവ് നിന്നെ കൊണ്ട് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഉപയോഗിക്കണം. നീ ഒരു ഖേബായാണ്. നിന്നെ ദൈവം ഒരു പാറ കഷണം പോലെ എടുത്തെറിയാമോ? ദൈവം നിന്നെ നിന്റെ മേൽ കിടക്കുന്നതായ ഒരു കോളിംഗ് ഉണ്ട്. അതിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ സ്റ്റെപ്പ് വെപ്പിക്കാൻ, ചില പുതിയ നാമ്പുകൾ നിന്നിൽ നിന്ന് മുളപ്പിക്കാനുള്ള സാഹചര്യമാണ് ഇതെന്ന് ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ നീ തീരുമാനമെടുത്ത് ദൈവത്തോട് പറ്റിയിരിക്കാൻ തയ്യാറായാൽ നീ കാണാത്ത ചില ഏരിയകളിൽ നീരതുറകൾ പൊട്ടിക്കിളർക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്തിലേക്ക് ദൈവം നിന്നെ പിടിച്ചു കയറ്റും. വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ വ്യക്തമായി എന്നെ അറിയിക്കുന്നു, നമ്മുടെ ലൈഫിൽ ഒരു ഷാർപ്പ് നടക്കുന്ന സമയം. എവിടെയൊക്കെയോ ചിലത് മൊന ഒടിഞ്ഞതുപോലുള്ള ചില അവസ്ഥകൾ. ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വരുത്തി തീർത്തു. ഇതിൽ അപൂർവമായിട്ട് ഒന്നും ഇല്ല എന്ന് നിന്നെ തോന്നിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കാൻ വിടുന്നില്ല. പ്രാർത്ഥനയായാലും ഒരു സർഫേസിൽ നിൽക്കുന്ന അവസ്ഥ. സർഫേസ് എന്ന് പറഞ്ഞാൽ പ്രതലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതുവരെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പത്രോസിനോട് പറയുന്നുണ്ട്, നിനക്ക് വല പിടിക്കാൻ, വല എറിയാൻ ഒരു ആഴത്തിലേക്ക് ഇറങ്ങണം. കരയിൽ നിന്നുകൊണ്ട് വല പിടിക്കാൻ നോക്കല്ല കേട്ടോ. കരയിൽ നിന്നുകൊണ്ട് വല എറിഞ്ഞ് മീന് പിടിക്കാൻ കരുതണ്ട. ആഴത്തിലേക്ക് ഇറങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്. പല സാഹചര്യങ്ങളും നിന്നെ അടിച്ചു ഒതുക്കി കരയ്ക്കകത്താക്കി, പല സാഹചര്യങ്ങളും നിന്നെ കരയിൽ അടുപ്പിച്ചു, പല സാഹചര്യങ്ങളും നിന്നെ കരക്കടുപ്പിച്ചു. ഇല്ലായ്മകൾ, പൊല്ലായ്മകൾ, പലവിധ പ്രശ്നങ്ങൾ നിന്നെ കരക്കടുപ്പിച്ചു. എന്നാൽ ആത്മാവ് പറയുന്നു, നീ കരയിൽ നിൽക്കേണ്ട വ്യക്തിയല്ല, ഇന്ന് പകലിൽ നീ ആഴത്തിലേക്ക് ഇറങ്ങേണ്ട വ്യക്തിയാണ്. കാരണം നിന്റെ കയ്യിൽ ഒരു പെരുത്ത മീൻകൂട്ട സ്വർഗത്തിലെ അപ്പനേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിനക്ക് മാത്രമല്ല, അനേകർക്ക് നീ നിമിത്തം ഒരനുഗ്രഹമാണ്. സഹോദരങ്ങളെ, ആ 150 പേര് ഇരിക്കാവുന്ന ആ ഹോള് ദൈവം നിറച്ചു. അവിടെ നിറഞ്ഞു കവിഞ്ഞു. സംഭവം ഞാൻ പറഞ്ഞത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. ചിലതൊക്കെ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ ദൈവം നമ്മൾ ഇടപെടുകയാണ്. നീ കരയാൻ വേണ്ടി ദൈവം വിട്ടുതരിക. അങ്ങനെ പ്രാർത്ഥിച്ച് കരയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ചില പുതിയ അധ്യായങ്ങളാണ് സംഭവിച്ചത്. എന്താണെന്നറിയാമോ? ആ 150 പേര് ഇരിക്കുന്ന ആ ഹോളിനകത്ത് സൺഡേയിൽ ആരാധന നടക്കുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിപ്പോ കൈയടിച്ച് ആരാധിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ ഒക്കത്തില്ല. എല്ലാവരും ആത്മനിറവിൽ കർത്താവിന്റെ കൃപയിൽ എന്റെ ചർച്ചയിൽ വരുന്നവരൊന്നും അന്യഭാഷയോ ഒന്നും ഇല്ലാത്ത ജാതീയ പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണ്. ഹിന്ദു, ബുദ്ധ മതക്കാരൻ, വിവിധ രാജ്യങ്ങളിൽ അഥവാ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരെയാണ്. അപ്പൊ അവരെ നമുക്ക് ശരിയായ രീതിയിൽ തിരിക്കണമെങ്കിൽ അവൻ നമ്മുടെ കഴിവുകൊണ്ട് ബുദ്ധിമുട്ടോ ഒന്നും ഒക്കത്തില്ല. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ വരുന്ന ഓരോ വ്യക്തികളെ ആദ്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടവൻ ഇറക്കുകയാണ്. ഏകദേശം പേര് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ളതായ ഈ സ്ലമ്മില് ഇതുപോലെ ഈ ഇരിക്കുന്ന ഇപ്പൊ കെട്ടി അടച്ചിരിക്കുന്ന ഈ സ്ഥലമില്ല, അത്രയും വീതില്ല. ഇവിടെ ഒരാൾക്ക് പോകാനുള്ള ആ സ്ഥലം, അത് ഡൽഹിയാണ്. ഇങ്ങനെ അതിന് ചുറ്റും വീടുകളാണ്. അങ്ങനെയുള്ള റൂമായിരുന്നു, ആ ഹോളായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് 4-5 ഈ ചെറിയ ചോപ്പടകളാണ്, അവിടെ ചോപ്പടകളാണ് പറയുന്നത്. ചെറിയ കുടില് വെച്ച് കെട്ടി
അപ്പൊ അതൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള സ്ഥലത്ത് പിടിച്ചെടുത്തിട്ടാണ് ആ ചർച്ച് പണിതിരിക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിലായതുകൊണ്ട് അവർക്ക് ശബ്ദം നന്നായിട്ട് പോകും. അപ്പൊ നമ്മൾ അടച്ചിട്ടിട്ട് ആരാധിക്കുന്നത്, അടച്ചിട്ട് ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, 150 പേർ ഇരിക്കുന്ന ഹോളിനകത്ത് അവൻ ഇത്രയും ആൾക്കാർ കയറി വരുമ്പോൾ ഭയങ്കര ചൂടാണ്, എ സി ഒന്നും ഇല്ല, ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ച് ഈ സീസൺ, ഈ ചൂട് സമയമാകുമ്പോഴത്തേക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. എന്നിരുന്നാലും ആരാധനയ്ക്കൊന്നും കുഴപ്പമില്ല എല്ലാവരും. പക്ഷെ സംഭവിച്ചത് 2 സൈഡിന് ആൾക്കാർ ദേഷ്യത്തിൽ വന്ന ആടിയോടടിയാണ് കഥകിലിട്ട്. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിയാണ് ഞാൻ കേൾക്കുന്നത്. അടി മാത്രമല്ല, തെളി പറച്ചില്ല, ബഹളമില്ല. അപ്പൊ ഇത് സഹിക്കാൻ പറ്റില്ല. ഇതും ദൈവത്തോടെ മുമ്പിൽ വെച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങള് അപ്പോഴും ഇതിനപ്പുറമായിട്ടൊരു ഹോളിലേക്ക് പോകാൻ ഒരു ആഗ്രഹമില്ല, കാരണം അതിനുള്ള പൈസ ഇല്ല. അപ്പൊ ഇത് 35,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോള് നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എടുത്തത് കരാർ. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ പറയുന്നതിന് മുമ്പേ, അത് ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ താല്പര്യമില്ല, കാരണം ഇവരെല്ലാം ബഹളം ഉണ്ടാക്കിയാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, പതിയൊക്കെ പോവാന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവര് തന്നെ ഞങ്ങളോട് പറയും, ആ ചർച്ചിന്റെ ആൾക്കാർ, അതൊരു ചർച്ചാണ്, ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചാണ്. അപ്പൊ ആ ചർച്ചിന്റെ ആൾക്കാർ, ഞങ്ങൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹോള് തരത്തില്ല, ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കും. അവിടെ സെക്ഷൻ വെച്ച ആരാണല്ല, വേറെ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നിങ്ങൾക്ക് തരത്തില്ല. എന്താ കാരണം? നിങ്ങൾ ഭയങ്കര ബഹളമാണ്. പ്രത്യേകിച്ച് ഞാനും ഭയങ്കര ശബ്ദം എടുത്താവും പ്രസംഗിക്കുന്നത്. അത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനേക്കാളും ശബ്ദം. നമുക്കറിയാലോ, ഇടയൻ ശബ്ദമുള്ള ആളാണെങ്കിൽ വിശ്വാസികൾ ഇടയ ഉറങ്ങിക്കഴിഞ്ഞാൽ, ഇടയ ഇരുന്നാണ് ഉറങ്ങുന്നതെങ്കിൽ വിശ്വാസികൾ കിടന്നുറങ്ങും. സ്വത്രം പറയാം. അങ്ങനെയാണ്. സോ കർത്താവിന്റെ കൃപയാല് ഞാൻ ശബ്ദം എന്ന് പ്രസംഗിക്കുന്നുണ്ട്. ആൾക്കാരും ഭയങ്കര ശബ്ദം. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ബഹളമായി. വീണ്ടും ഡിസ്റ്റർബൻസ് വന്നു. അവര് തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ നിമിത്തം നമുക്കും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. എന്തു ചെയ്യും? അതൊരു സംസാര വിഷയമായി കമ്മിറ്റിയിൽ, അവരുടെ ചർച്ചിന്റെ കമ്മിറ്റിയിൽ വിഷയമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഒരു ഹോളുണ്ട്. പക്ഷെ ഒരു സൺഡേക്ക് അവിടെ 8,000 രൂപ ഒരു സൺഡേയിൽ ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കണം. അവർ 8 4 എത്രയായി? 32,000 രൂപ ഒരു മാസം കൊടുത്താലേ ആ ഹോൾ എടുക്കാൻ പറ്റത്തുള്ളൂ ആരാധനയ്ക്ക്. അപ്പൊ ഈ ഒരു വർഷം 35 കൊടുത്തിട്ടുണ്ടിരുന്ന ഞാൻ ഒരു മാസം 32 കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ? നമുക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് പലരും പറഞ്ഞു പറ്റില്ല മാസ്റ്റർ, ഇത് വലിയ ബുദ്ധിമുട്ടാകും. പക്ഷെ എന്തോ ഒരു ശക്തി എന്റെ അകത്ത് കയറി വന്നു. ഞാൻ വിശ്വാസത്താൽ ആ ഹോളിനകത്ത് കൃപയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഭയങ്കര ദൈവഭൃത്തിയുള്ളതാണല്ലോ. പുതിയ ആൾക്കാരെ വീണ്ടും വന്നു. 150 എന്ന് പറഞ്ഞാൽ വീണ്ടും വർദ്ധിപ്പാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണുനീരെ അത് തുരുത്തി വെക്കുകയാണ്. തുരുത്തി വെക്കുന്നത് ദൈവത്തിനില്ലേ? നമ്മുടെ കണ്ണുനീരിൽ എന്തിനാ തുരുത്തി വെക്കുന്നത്? ടെസ്റ്റ് ചെയ്യാനാണോ? കണ്ണുനീര് തന്ന ദൈവമല്ലേ? ആമേൻ. ഓരോ കണ്ണുനീരിനും നീ എണ്ണ മറുപടി നന്ദി പറയുന്നത് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീരിനെ ഹാർവസ്റ്റ് ആക്കിയാണ് ദൈവം. ചിലർക്കാണെങ്കിൽ കരയാൻ സമയമില്ല. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് കരയും. പിന്നെ ചില ആൾക്കാണെങ്കിൽ സീരിയൽ കണ്ടിരുന്ന കരയും. സീരിയലിന് മുമ്പിൽ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടോ? പിന്നെ കണ്ണുനീരുണ്ടോ? കർത്താവിന്റെ മുമ്പിൽ കരയാൻ പിന്നെ എവിടെ സമയം? ചിലരാണെങ്കിൽ മൊബൈല് കണ്ട് കരയും. യേശു പറയുന്നത് നിന്നെയും നിന്റെ തലമുറകളെ ഓർത്ത് കരയുക. നമ്മുടെ തലമുറകളായി ദേശത്ത് കിടക്കുക, ഇന്ത്യക്ക് വേണ്ടി കരയുക, പട്ടണങ്ങൾക്ക് വേണ്ടി കരയുക, നമ്മുടെ ഈ ആറാലുമൂട് ദേശത്തിന് വേണ്ടി കരയുക, തിരുവനന്തപുരത്തിന് വേണ്ടി കരയുക, മഹാരാഷ്ട്രക്ക് വേണ്ടി കരയുക. ആത്മാവിൽ നിറഞ്ഞ് ഒഴുകുന്ന ആ
അവിടെ ഇത് നടക്കുന്നു, അവിടെ ഇവിടെ നടക്കുന്നു. നോക്കുക, ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ജോസഫ് കയറിയതിന് ശേഷം എത്ര നമുക്ക് ആർക്കെങ്കിലും കൂട്ടാക്കൂ? ഒരു ഷോപ്പ് കൂട്ടാക്കൂ? ഇല്ല. ഒരു മദ്യഷോപ്പ് നമുക്ക് കൂട്ടാക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 770-ലധികം ഷോപ്പുകൾ അദ്ദേഹം ബന്ധിപ്പിച്ചു. ഇതാണ് ദൈവപ്രവൃത്തി. ഇത് സംഭവിക്കും. നീ വീട്ടിനകത്ത് കരയുമ്പോൾ അവിടെ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചെന്നർത്ഥം. അധികാരമുള്ളവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനെ ആർക്കും തടയാൻ ഒക്കത്തില്ല. അങ്ങനെ തന്നെ കേരളത്തിലും ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് പ്രവചിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വലിയ ചേഞ്ചുകൾ ദൈവം കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ ചില ആടിമുടി മാറ്റങ്ങൾ ദൈവം വരുത്താൻ പോകുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് നമ്മെ പറയട്ടെ. അന്തരീക്ഷം മാറി വരികയാണ്. അപ്പോൾ തെക്ക് നിന്നുണ്ടാകുന്ന തീയുണ്ടല്ലോ, വടക്കിൽ നിന്നും വരുന്നതിനെ വെട്ടും. സ്തോത്രം പറ. നീ തീയായിരിക്കണം കേട്ടോ. നീ തീയായിരിക്കണം. വടക്കിൽ നിന്ന് ചിലർക്ക് ഭൂമി വരുന്നുണ്ട്. ഡെയിലി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതാണ് എത്രയെത്ര അഭിഷിക്തന്മാരെ ആക്രമിക്കുന്നു. മണിപ്പൂരിൽ 3 ദൈവദാസന്മാരെയാണ് വെട്ടിക്കൊന്നത്. ഈയിടെയായിട്ട് എത്രയെത്ര കുടുംബങ്ങളെ തകർക്കുന്നു. എത്ര ദൈവദാസന്മാരെ പിടിച്ച് ഒരു തെറ്റും ചെയ്യാതെ ജയിലിനകത്ത് അടക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു കേട്ടോണ്ടിരിക്കേണ്ടവരല്ല. ഇത് കേൾക്കുമ്പോൾ കണ്ണുനീർ ഒഴുക്കണം. ഇത് കേൾക്കുമ്പോൾ നിന്റെ അകത്ത് കത്തണം. നീ ചെന്നതിന് കത്തുമ്പോൾ അവിടെ ഒരു കത്തൽ ദൈവമായിരിക്കാം. ദൈവം ചിലരെ നിനക്ക് വേണ്ടി പ്രതിനിധിയായി അവിടെ അയക്കാം. അവൻ എഴുന്നേറ്റ് നിന്ന് പറയാം. അവൻ പറയുന്ന വാക്കിന് അധികാരമുണ്ടാകും. ആത്മാവ് ചിലരോട് പറയുന്ന അങ്ങനെ നമ്മുടെ ആ ഫോക്കസ് മാറ്റാൻ ആത്മാവ് പറയുന്നു. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദമില്ല. നമ്മൾ ദേശത്തിലേക്ക് തിരിയണം. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ശമരിയ സ്ത്രീയാണ്. യേശു ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, മാറ്റിക്കഴിഞ്ഞാൽ ദൈവം അത്രമാത്രം മാറ്റാൻ പറ്റും. എവിടെ തുടങ്ങിയ സംഭാഷണം? കിണറ്റിന്റെ കരയില് ഒരു ഗ്ലാസ് വെള്ളം അല്ലേ? കേട്ടോ? അപ്പൊ റെസ്പോണ്ട് നല്ലതാണെങ്കിൽ ഭയങ്കര പ്രവൃത്തികളാണ്. ഈ സഭയിലൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കൈ ഉയർത്തുന്നതും ആമേൻ പറയുന്നതും നിങ്ങൾ എഴുന്നേറ്റ് കൈയടിച്ച് ആടിച്ചാടി ആരാധിച്ച് അതിനെ സ്വീകരിക്കുന്നതൊക്കെ വെറുതെ അല്ല. ഞാൻ ഒത്തിരി സ്വീകരിച്ച സ്തോത്രം പറയാൻ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് കൈയടിച്ച് ചാടി മറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഞാൻ ശബ്ദം ഉയർത്തി കൈയടിക്കുമായിരുന്നു. ശബ്ദം എന്റെ അപ്പൻ കൈയുടെ ആമേ നിങ്ങൾക്കറിയാം. ഈ ചർച്ചിലാണ് എന്റെ മാതൃസഭ. അവിടെ ഇരുന്നുകൊണ്ട് എന്റെ അപ്പൻ ഉയർത്തുന്ന ശബ്ദം ആ സഭയിലെ എല്ലാവരെക്കാളും അങ്ങനെ കൈയടിച്ച് ദാസയൻ നാടാൻ എന്നാണ് എന്റെ അപ്പന്റെ പേര്. അദ്ദേഹം ആരാധിക്കുന്ന ആ ആരാധനയുടെ നടുവില് എന്ത് ചെയ്യുമായിരുന്നു അറിയുമോ? ആ ബാക്കിയുള്ള എല്ലാവരും ചൂട് പിടിക്കുമായിരുന്നു. എന്താ കിട്ടിയേ? എന്റെ അപ്പൻ ആരാധിച്ച് 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 മക്കൾക്കും അങ്ങനെ തന്നെയായി. എന്റെ ജ്യേഷ്ഠനാണ് സുനിൽദാസ്. അദ്ദേഹം നെയ്യാറ്റിക്കര സെക്ഷന്റെ പ്രസ്ബിറ്ററാണ്. അദ്ദേഹം കൈയടിക്കാൻ തുടങ്ങി. അദ്ദേഹം ആരാധിക്കും. അദ്ദേഹത്തിന്റെ തലമുറകളെ ദൈവം മാനിച്ചു. ഞാൻ കർത്താവിന്റെ കൃപ പറഞ്ഞ എന്റെ സഹോദരി മൂത്തത് ആമേ നിങ്ങൾക്കറിയാം സുജ. ആമേ അവരും കുടുംബമായിട്ട് മിഷണറി ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ കർത്താവിന്റെ വേലയിലാണ്. ആമേ ആൽബർട്ടിനെ അറിയാമെന്ന് അറിയത്തില്ല ചിലർക്ക്. അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചെറിയ പ്രായത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം വിവാഹം കഴിക്കുമ്പോൾ എന്റെ സഹോദരിയെ കൊണ്ട് നേരെ പോയത് ബീഹാർ
മിഷണന്മാരുടെ ശവപ്പുറമ്പിലേക്കാണ്. അവിടെ വെള്ള സാരിയൊക്കെ ഉടുത്തുകൊണ്ടാണ് അവിടെ പോകുന്നത്. എന്റെ സഹോദരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വെള്ളയെ ഇടത്തുള്ളൂ. വെള്ള സാരിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് കമലമാല ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നോക്കിയിട്ട് പറയും, ഇത് ആരാ പോകുന്നേ? ഒന്നുകിൽ ഇത് വിധവയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടം സഹിച്ച് അവർ മിനിസ്ട്രി ആരംഭിച്ചു. ഇന്ന് ഏകദേശം 70-ൽ പരം മിഷണറിമാരെ അദ്ദേഹത്തിന്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വെസ്റ്റ് ബംഗാളും അതുപോലെ നോർത്ത് ഇന്ത്യൻ മേഖലകളില് ശക്തിയോടെ അവരെ കൈയടിച്ചും അവരെ റെസ്പോണ്ട് ചെയ്യാനും തയ്യാറായപ്പോൾ അവരുടെ തലമുറകളെയും മിനിസ്ട്രിയിലാണ്. 2 മക്കളെയും ദൈവം മാനിച്ചു. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ പോകുന്നു. എന്റെ ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഇടയാളാണ്. ഞങ്ങൾ 3 പേരും മിനിസ്ട്രിയിലാണ്. എന്നെ കർത്താവിന്റെ കൃപയാൽ മൊബൈൽ അയച്ച് അവിടെയും ദൈവം കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ബാക്കിയുള്ളവരുടെ 2 ഉള്ളൂ. 2 2 4 4 2 6 ശരിയല്ല, 7 ആണെന്ന്. ഇപ്പൊ ദൈവം നമ്മളിലേക്ക് ഈ ഭവനം എനിക്ക് ആദ്യ 2 പെൺമക്കളെ തന്നു. സ്വത്രം അനുഗ്രഹിക്കപ്പെട്ട 2 പെൺമക്കളെ ദൈവം എനിക്ക് തന്നു. ആദ്യം തന്ന പെൺകുട്ടിയുടെ പേര് ഷക്കൈന എന്നാണ്. ഷക്കൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വം എന്നാണ്. രണ്ടാമത് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതൊരു മകനായിരിക്കും. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം രണ്ടാമത്തത് മകനായിരുന്നു. പക്ഷെ എന്റെ ഇതിൽ വന്നപ്പോൾ രണ്ടാമത്തത് മകനല്ലായിരുന്നു, മകളായി മാറി. ചിലർക്ക് വിഷമമായി. വിഷമം ചിലത് ഉണ്ടാകുന്നത് നല്ലതാണ്. ദൈവത്തിലിരിക്കണം. നിങ്ങൾക്കറിയാമോ, 9 വർഷം കഴിഞ്ഞപ്പോ സ്തോത്രം ദൈവനോട് പലപ്പോഴും ദൂത് പറഞ്ഞിട്ടുണ്ട്, പ്രോഫസികൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സഭയിൽ നിന്നോട് പറഞ്ഞു, ദൈവം എനിക്കൊരു മകനെ തരും. പല വിശ്വാസികളും അത് കേട്ട് ചിരിച്ചു. സ്തോത്രം. എന്നാൽ എന്റെ ഭാര്യയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആണായാലും പെണ്ണായാലും ദൈവം തന്നു. സ്തോത്രം. ബസ് അത് ശരിയല്ലേ? അതാണ് ശരി. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു മകനെ വേണം. സ്തോത്രം. ആമേൻ. ഞാൻ ദൈവത്തിന് 2 അടയാളം കൊടുത്തു. ദൈവം എനിക്ക് 2 അടയാളങ്ങൾ തന്നു. ആ അടയാളം സിഗ്നൽ ദൈവം എനിക്ക് തന്നു. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ദൈവം എനിക്ക് ദാനമായി തന്നു. 4 വയസ്സുണ്ട്. ഇപ്പോൾ നീറ്റിന്റെ എക്സാം എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ വിചാരിച്ചു കുറച്ചൊക്കെ നല്ലതായിട്ട് എഴുതാമെന്ന്. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആമേൻ. കാരണം വിചാരിച്ചതുപോലെ അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, അത്ര പറഞ്ഞു. ആമേൻ. എന്നിട്ട് പറയുകയാണ്, എല്ലാം ഇങ്ങനെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ദൈവം വിചാരിച്ചു ആമേൻ ഒരു ചാൻസ് കൂടെ കൊടുക്കാന്ന്. അങ്ങനെ ആ നീറ്റ് ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 2ാമത് നീറ്റിൽ അടുത്ത മാസം എഴുതാൻ പോകുന്നു. നിങ്ങൾ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. അവൾക്ക് മുംബൈയിൽ തന്നെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ കിട്ടിയ നമുക്ക് മിനിസ്ട്രിയിൽ അവള് കീബോർഡൊക്കെ വായിച്ച് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കൊച്ചാണ്. അപ്പോ സഭയ്ക്ക് വളരെ പ്രയോജനമായി. ദൈവഹിതമാണെങ്കിൽ അങ്ങനെ ചിലത് സംഭവിക്കട്ടെ. 2ാമത്തെ മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാമത്തത് മകൻ ഇപ്പോൾ സീനിയർ KGയിലേക്ക് കയറിയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളിലെല്ലാം ഞാനൊരു കരച്ചിലും ഒരു കണ്ണുനീരും ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ആ കണ്ണുനീരൊക്കെ ഒരു ഫലമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ചിലര് ചോദിക്കും, നിനക്ക് എത്ര മക്കള്? 2. നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരാണ്. ചിലരൊക്കെ ദൈവം ചെയ്യുന്ന എന്തിനാന്നറിയാമോ? ചിലരുടെ ചിലരെ കാണിപ്പിക്കാൻ വേണ്ടി, വേറെ ഒന്നുമല്ല. അപ്പം ചിലർ ചോദിക്കും, നിങ്ങൾക്ക് എത്ര? 2 മക്കള്. എത്ര ആണെങ്കിൽ 2 പെണ്ണും. അന്നേരം അവരുടെ മുഖം നേരെ തിരിഞ്ഞു പോകുന്നതാണ്. അവരുടെ ചിന്തയിൽ 2 പെണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ശാപം എന്നുള്ളത് പോലെയാണ്. ചിലരുടെ മുഖത്ത് അങ്ങനെ ഉണ്ട്. ചിലർ പറയുന്നത് കേട്ടിട്ട് ചുമ്മാതല്ല അവന് 2. ഇതൊക്കെ മാറ്റാൻ വേണ്ടി ദൈവം തീർന്നു. 2 കഴിഞ്ഞു, സമയവും പോയി. സമയം തെറ്റിയാലും തെളിവാണ്
എനിക്കൊരു മൂന്നാമതൊരു മോനെ കിട്ടിയപ്പോഴത്തേക്കും എന്റെ ചർച്ചിലുള്ള ചിലർക്കൊക്കെ ആഗ്രഹം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് മക്കളും കിട്ടി. വെസ്റ്റ് ബംഗാളിൽ പോയി ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അവർ 10 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, തറയിൽ പോയി, സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് പിന്നീട് ചേച്ചി പറഞ്ഞായിരുന്നു, ആ കുടുംബത്തിന്റെ ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, നമ്മൾ കരയുന്നതൊന്നും കരയാൻ നല്ലതുണ്ടോ? കരയാൻ നല്ല സാഹചര്യം ഉണ്ടോ? ചിലരൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്നത് യേശു തന്നെ ഒരിക്കൽ ചോദിച്ചു, യേശുവിനോട് ചിലർ ചോദിച്ചു, ഒരു പിറവിയിൽ തന്നെ കുരുടനായ ഒരു മനുഷ്യൻ അല്ലെ, ഇവന്റെ അപ്പനാണോ ഇവനാണോ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ യേശുവിന്റെ മറുപടി, ഇവനോ ഇവന്റെ അപ്പനോ തെറ്റ് ചെയ്തതല്ല, എന്താണ്? ദൈവനാമം മഹത്വപ്പെടുവാൻ, അവിടെയാണ് ചിലർക്ക് തെറ്റ് പറ്റുന്നത്. ഈ പാസ്റ്റർ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അന്ന് കാര്യം നടന്നേനെ. ഒന്ന്, നമ്പർ 1 പാസ്റ്റർക്ക് കുറ്റം. 2, അവൾ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, അത് ചർച്ചിനകത്തുള്ള എതിര് പ്രാർത്ഥന നടത്തുന്നതിന്റെ ഫലമാണ് എനിക്ക് കാര്യം നടക്കാറ്. 3, എന്റെ അമ്മ അപ്പന്മാരോ പരമ്പരാഗതമായിട്ട് എവിടെ നിന്നോ എന്തോ ഒരു ശാപം എന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വിശ്വാസി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാപം മാറിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് സ്വന്തം കുറ്റത്തെ ഒളിപ്പിക്കുകയാണ്. സ്വന്തം പറ. നിങ്ങളൊന്ന് യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും, എന്ന് വെച്ചാൽ കരഞ്ഞ് മുട്ടി ആകപ്പാടെ കുളമായി നിൽക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇപ്പോഴെങ്കിലും കരച്ചിലോട് വിലാപത്തോട്, കരച്ചിലോട്, കണ്ടോ, കരയാൻ പറയുകയാണ് ദൈവം. നല്ല കരച്ചിൽ ദൈവത്തിന് ഇഷ്ടമാണ്. കരമേറി പറഞ്ഞാട്ടെ, നല്ല കരച്ചിൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സഹോദരങ്ങളെ, കരയാൻ നീ തുടങ്ങിക്കോ, ദൈവ പ്രവൃത്തികൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങുക. അവിടെ എഴുതിയിരിക്കുന്നതാണ്, എന്നാൽ ഇപ്പോഴെങ്കിലും കരച്ചിലോടും വിലാപത്തോടും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയിലേക്ക് തിരിയുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ നിങ്ങളോട് കരുണ കാണിപ്പാൻ അവൻ മഹാദയയും കരുണയുള്ള ദൈവമാകുന്നു. കരച്ചിൽ യഹോവയിലേക്ക് തിരിയാനുള്ള ഒരു മാർഗമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ബാക്കി ഭാഗം നമുക്ക് വൈകുന്നേരം ചിന്തിക്കാം. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിയോ? നമ്മള് ദൈവത്തിന്റെ കൈ കിട്ടിയ പഴയതുപോലെ ഇരിക്കാനല്ല, നമ്മൾ ആള് മാറിയവരായി. പറഞ്ഞാട്ടെ, ആള് മാറണം. പറഞ്ഞില്ല, ആള് മാറണം. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നിങ്ങളാകുന്ന വ്യക്തി ദൈവത്തിന്റെ വ്യക്തിയായിട്ട് മാറണം. നിങ്ങൾ ദൈവ മനുഷ്യരായിട്ട് മാറണം. അതിനാണ് ദൈവം നമ്മളിൽ കണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഒരു ദൈവ പുരുഷനിരിപ്പുണ്ട്, നിങ്ങളിൽ ഒരു പ്രവാചകൻ ഇരിപ്പുണ്ട്. യിരെമ്യാവിനെ കണ്ടു. യിരെമ്യാവിനെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിന്നെ വിളിച്ച് നിന്നെ വേർതിരിച്ചതാ. നീ പ്രവാചകനാ. നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുക. ഞാൻ നിന്നെ ജാതികളുടെ പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഒരാളെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു. നീ ഒരു പ്രവാചകനാണ്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്ലാൻ എന്റെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, അവൻ യഹോവയോട് പറയുന്നു, യിരെമ്യാവ്, ദൈവമേ, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതേ സഹോദര സഹോദരിയെ, നിന്റെ അവസ്ഥ, നിന്റെ സാഹചര്യം, നിന്നെ
ഒതുക്കി നീ ഒന്നുമല്ല എന്ന് പറഞ്ഞ് തീർത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ മേലുള്ള പ്ലാനുമായി ഇത് നിന്റെ അടുക്കൽ കൂട്ടിവിടുകയാണ്. നീ ഒരു പ്രവാചകനാണ്, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു, നിന്നെ കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇന്ന് പകൽക്കാലത്ത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാട്ടെ. ദൈവ പ്രവൃത്തികൾ ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് സംഭവിക്കട്ടെ.
കേൾക്കുവാനിടയാകുന്നല്ലോ. പരിശുദ്ധാത്മാവിനോട് ബന്ധവും ശക്തമായി ഇടപെടുവാനിടയായി നമ്മുടെ കാലം ദൈവത്തിന്റെ കൃപയോടെ മുന്നേറുവാൻ പ്രവർത്തന ദൈവത്തിന് കരുതലിപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നരായ ഞങ്ങളുടെ സുഖീത സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കൃപയുടെ കരങ്ങളിൽ വെളിപ്പെടുത്തി ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കിയ ദൈവം സ്തോത്രം ചെയ്തു. അവിടുത്തെ കൃപ പകരപ്പെടുവാൻ സഹായിക്കുന്നവരെ ദൈവത്തെ നമ്മുടെ ദാസത്തെ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. വെളിപ്പെട്ടു വരേണ്ടതിന് സ്വർഗ്ഗമവിടുന്ന് കൃപ ചെയ്ത് പ്രാർത്ഥനയും നിങ്ങൾ പിരിയട്ടെ. പിരിയാത്തവരാ ദൈവകൃപയോട് പകരപ്പെടുവാൻ സഹായിക്കണം. കൃപയുടെ മഹത്വപ്പെടുന്ന വെളിപ്പെടട്ടെ. അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കപ്പെടുവാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനകളിലായി സ്വാഗതം ചെയ്യാം. ക്രിസ്തുവിനുണ്ടായ ആശീർവാദം നടത്തുന്ന കാശനായ വിശുദ്ധാത്മാവിനെ കരുണയാൽ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്ക് കടന്നു ദൈവത്തിന്റെ കൊടുത്തോടും വൈകിടുന്നതിനും കഥാവിനെയും കാലത്തേക്ക് മാറുമാറാകട്ടെ. സ്തുതിക്കുക.